നമസ്കാരം. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളുടെയും കമ്പനിയുടെയും 212.5 കോടിയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയ തൃശൂർ കളക്ടറുടെ നടപടി കോടതി സ്ഥിരപ്പെടുത്തി. തൃശൂർ ജില്ലാ ബഡ്സ് കോടതിയുടേതാണ് നടപടി. തൃശൂർ തേർഡ് അഡീഷണൽ കോടതിയാണ് സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കിയത്. ബഡ്സ് അതോറിറ്റി സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. വിചാരണ വേളയിൽ കോടതി നേരിട്ട് ഹൈറിച്ചിന്റെ വെബ്സൈറ്റ് തുറന്ന് പരിശോധിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടതി നേരിട്ട് വെബ്സൈറ്റ് പരിശോധിക്കുന്നതും ബഡ്സ് നിയമപ്രകാരം സ്വത്ത് കണ്ടുകെട്ടിയതും സ്ഥിരപ്പെടുത്തുന്നതും സംസ്ഥാനത്ത് ആദ്യമാണ്. കഴിഞ്ഞ നവംബറിലാണ് പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന പേരിൽ കമ്പനി വാങ്ങുന്ന 10,000 രൂപയും ഗുണിതങ്ങളും OTT ബോണ്ട് എന്ന പേരിൽ വാങ്ങുന്ന 5 ലക്ഷം രൂപയും അനധികൃത നിക്ഷേപം സ്വീകരിക്കലാണെന്ന് കാട്ടി ബഡ്സ് അതോറിറ്റി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. പിന്നീട് മുൻ MLA അനുലക്കര നൽകിയ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് ഹൈറിച്ച് ഉടമ പ്രതാപിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. ED കേസ് കൊച്ചി PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വിചാരണഘട്ടത്തിലാണ്. ബഡ്സ് അതോറിറ്റിയുടെ താൽക്കാലിക മരവിപ്പിക്കൽ ദീർഘവാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തൃശൂർ ബഡ്സ് കോടതി സ്ഥിരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഹൈറിച്ച് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. 12 ദിവസം വൈകിയാണ് സ്വത്ത് കണ്ടുകെട്ടൽ സ്ഥിരപ്പെടുത്താൻ അതോറിറ്റി അപേക്ഷ നൽകിയതെന്ന വാദത്തെ തുടർന്ന് ബഡ്സ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നടപടികളെടുക്കാൻ തടസ്സമില്ലെന്ന വിധിയിലെ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ ബഡ്സ് അതോറിറ്റി വീണ്ടും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്ത് ഹൈറിച്ച് സുപ്രീം കോടതിയിൽ പോയെങ്കിലും കോടതി ഇടപെട്ടില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വീണ്ടും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ തീരുമാനമെടുക്കാൻ ബഡ്സ് കോടതിയെ ചുമതലപ്പെടുത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് തൃശൂർ തേർഡ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. അതേസമയം തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി KD പ്രതാപിന്റെ ജാമ്യാപേക്ഷ പ്രത്യേക കോടതി വീണ്ടും തള്ളി. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് കോടതിയുടെ നടപടി. കഴിഞ്ഞ വർഷം ജൂലൈ 4 മുതൽ പ്രതി റിമാൻഡിലാണ്. ഹൈക്കോടതിയിൽ നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രത്യേക കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ AR സുന്ദരേശൻ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ സന്തോഷ് എന്നിവർ ഹാജരായി.